അപ്പോൾ ഗൈസ് ദേ നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിലെ റിസപ്ഷൻ്റെ ചടങ്ങൊക്കെയാണ് നമ്മുടെ ചിങ്ങവനത്താണ്. ദേ ഇപ്പോൾ എൻ്റെ പുറകെ കാണുന്നതാണ് ഓഡിറ്റോറിയം. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലെ പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുക്കൻ്റെ വീട്ടിലാണ്. ഇതിവിടെ എല്ലാം അവിടുത്തേനേക്കാളും വേറെ 2 ടൈപ്പിലാണ് വർക്കുകൾ. ഇവർക്ക് DJയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അതുപോലെയാണ്. നമുക്ക് അകത്തേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഫ്രണ്ടിൽ അവരുടെ ഒരു 6 ഫോട്ടോസ് നമ്മൾ ഏകദേശം ഒരു അത്യാവശ്യം ഗ്യാപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ലോലിപ്പോപ്പും കൊമ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരെണ്ണം ജയ്സ അവിടെ മറിഞ്ഞ് കിടക്കുന്നേ, അന്ന് റെഡി ആക്കണേ, അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു വെൽക്കം ആർച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളൊരു വൈറ്റ് ബ്ലൂ തീമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ ഈ ഒരു തീം സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്റ്റേജ്. നമ്മൾ 2-3 സ്റ്റേജ് കൊടുത്തതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റേജ് ഇതായിരുന്നു. ഇത് കുറേയും കൂടി വീതി വരും കേട്ടോ. നമ്മുടെ ഇടുന്ന പ്ലാറ്റ്ഫോമിന് നമുക്ക് വീതിക്കുറവായതുകൊണ്ടാണ് നമുക്ക് അതായത് ഈ സ്റ്റേജിൻ്റെ ഇതിന് വീതിക്കുറവായതുകൊണ്ടാണ് നമുക്ക് സ്റ്റേജ് ഒതുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇതുപോലെ നല്ല വീതിയിൽ വരുന്നൊരു സ്റ്റേജാണ്. കണ്ടല്ലോ. പിന്നെ നമ്മൾ ഫേസ് ലൈറ്റ്, ഇവിടാണ് DJ ഫങ്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. DJ വേണ്ട അവരെല്ലാം ഉണ്ട്. ഇതേ ഇന്നത്തെ നമ്മുടെ അമ്പാടിയുണ്ട്, രതീഷേട്ടനുണ്ട്, സന്ദീപുണ്ട്, ശരത്ത്. നമ്മുടെ പുതിയ ഇതുണ്ട്, ഇതാണ് നമ്മുടെ മാക്കിൻ്റെ കേട്ടോ. മാക്കിൻ്റെ പുതിയ ഗണ്ണാണ്, ഫോഗ് ഗണ്ണാണ്. നമ്മളിന്ന് ഫസ്റ്റ് ഉദ്ഘാടനമാണ്. അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടാണ് നമ്മുടെ DJ സെറ്റപ്പ് വരുന്നത്. നമ്മുടെ DJ എപ്പോഴും നമുക്ക് ചെയ്യുന്ന അവൻ തന്നെയാണ് നമുക്ക് DJ. നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയുള്ള കിറ്റും കാര്യങ്ങളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാങ് ചെയ്ത് 4 ഷാർപ്പി, ലേസർ, LED പാറ്, താഴെ 2 ഷാർപ്പി, പിന്നെ സ്റ്റേജ് 2 ഷാർപ്പി, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. 2 2ആയിട്ടാണ് കിട്ടിയിട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡെസിബൽ സൗണ്ട് സിസ്റ്റത്തിൻ്റെ അവരുടെ ഓൺ പ്രോഡക്റ്റ് ആണ്. സെനർ എന്ന് പറയുന്ന ബ്രാൻഡ്. കണ്ടോ, ഇന്നലെ ഞാൻ വീഡിയോക്കകത്ത് ജസ്റ്റ് കാണിച്ചത്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് വ്യക്തമായി എന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ എല്ലാം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എല്ലാം അടിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം 1800 വാട്ട് RMS 8 ohmസിൽ തരുന്ന സ്പീക്കറാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സ്പീക്കർ മേളിൽ നിന്ന് താഴോട്ടാണ് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇതും അവരുടെ തന്നെയാണ്. സെനർ എന്ന് പറയുന്ന അവരുടെ തന്നെ ഓൺ പ്രോഡക്റ്റിൻ്റെ ടോപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, രേഷേട്ടൻ അടിക്കുന്ന ഇതാണ് നമ്മുടെ പുതിയ ഫോഗ്. രേഷേട്ടാ ഒന്ന് കാണിച്ചേ. ഇനി അടുത്ത ടൈം. ഇത് നമ്മുടെ മറ്റേ ഇന്നസെൻ്റ് ചേട്ടൻ നമ്മുടെ വെട്ടത്തിൽ പറയുന്ന പോലെ അമ്പലപ്പുറമ്പിൽ കിട്ടുന്ന കളിത്തോ കല്ലിത് എന്ന് പറയുന്ന പോലെ അവന്മാരെന്നെ കളിയാക്കുന്നത്. അപ്പം ഇതാണ് അവരുടെ ഓൺ പ്രോഡക്റ്റ് സെനർ എന്ന് പറയുന്നത്. സിംഗിൾ സബ്ബാണ്. അത്യാവശ്യം നമ്മുടെ ഒതുങ്ങിയ ഒരു ശാല ഹൈറ്റ് ഉണ്ട്, ഒതുക്കം വരുന്ന രീതിയിലാണ് അവർ അത് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. 1800 വാട്ട് RMS ആണ് 4 ohmസിലാണ് തരുന്നത്. അവരുടെ തന്നെ ടോപ്പാണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെയും ടോപ്പ് അതുപോലെ തന്നെ. പിന്നെ നമ്മൾ പവർ സെക്ഷൻ പിടിച്ചിരിക്കുന്ന 3 സെക്ഷനായിട്ടാണ്. സിംഗിൾ ഫേസ് ഷോക്കയാണ് ഇത്. ഈ ഷോക്കയിൽ നിന്നാണ് നമുക്ക് ലൈറ്റിൻ്റെ സെക്ഷൻ ഫുള്ള് പോകുന്നത്. അതിൻ്റെ സ്പ്ലിറ്ററും കാര്യങ്ങളുമായിട്ട് നമ്മൾ ഈ കോർണറിൽ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് കണ്ടോ, അവന്മാരെല്ലാം കൂടെ അത് ലോഡ് ചെയ്യുക. ഇവിടെ ഇതേ കണ്ടോ, കണ്ടോ അവർ ചെക്ക് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മളുണ്ടാക്കിയ 3 ഫേസിൻ്റെ ഷോക്കാണ്. അപ്പം ഇതിൻ്റെ കസ്റ്റം ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മറികട ഇതുപോലാണ് എടുക്കാൻ പറ്റത്തുള്ളൂ. 32 ആംബിയർ വീതം ഓരോ ഫേസിന് 3 എണ്ണം വീതം. പിന്നെ 16 ആംബിയറിൻ്റെ 3 എണ്ണം, പിന്നെ 2 പിന്നിൻ്റെ 16 ആംബിയർ 2 എണ്ണം, 16 ആംബിയറിൻ്റെ പ്ലഗ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു ഫേസ് നേരെ നമ്മൾ ഒരു ഷോക്കോയ്ക്ക് സിംഗിൾ ഫേസ് ഷോക്കോ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഷോക്കോ അടുത്ത ലോഡ് ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ആമ്പുകളെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ലോഡ് നോക്കി. പിന്നെ നമ്മൾ സെനർ എന്ന് പറയുന്ന നമ്മുടെ ബ്രാൻഡിന് 1800 വാട്ട് 8 ohmസിൽ വരുന്ന സബിന് ലോഡ് ചെയ്തിരിക്കുന്ന അമ്പാടി മാറിക്ക്
QX7 എന്ന് പറയുന്ന ഡിജിറ്റൽ എൻലാബ്സിൻ്റെ ഡിജിറ്റൽ പ്രൊഫഷണൽ ആംപ്ലിഫയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി നമ്മുടെ റോക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് HD 80+, 15 ഇഞ്ചിൻ്റെ നമ്മുടെ ടോപ്പിന് ഉപയോഗിച്ചിരിക്കുന്നത് CA4000, ടേപ്പ് നമ്മുടെ സബിന് ഉപയോഗിച്ചിരിക്കുന്നത് QX7. അതിന് 8 ഓംസിൽ 1800 വാട്ടും 4 ഓംസിൽ 3500 വാട്ടുമാണ് ഇപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ലൈനർ കിട്ടിയിരിക്കുന്നത്. ആനോഡിൻ്റെ ആണ്. ഇത്രയാണ് ആംബിൻ്റെ സെക്ഷൻ. നമ്മൾ DJ കിട്ടിയിരിക്കുന്ന റോക്കിൻ്റെ 2 സബും സിംഗിൾ സബും 1600 വാട്ട് വീതം 8 ഓംസിൽ വരുന്ന 2 സബും 1200ഓളം വാട്ടേജ് വരുന്ന 8 ഓംസ് 4 ഓംസിൽ വരുന്ന ലൈനറി മേയർ സൗണ്ടിൻ്റെ AERC എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മേയർ സൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. അത്രയിലെ 2 ടോപ്പും സബുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ മോണിറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡൈനാടെക് ആണ്. ഡൈനാടെക് ആണ്. പിന്നെ ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ, ഷാർപ്പി 4 ഹാങ് ചെയ്തിരിക്കുന്നു, 2 ഇവിടെ വെച്ചിരിക്കുന്നു. 2 ഫോഗ് നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് DJ കാരൻ നിൽക്കുന്നത്. അതിന് മുമ്പ് ഫ്യൂഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഫോഗ് ഗണ്ണായിട്ടുണ്ട്. അത് DJക്ക് നമുക്ക് വെക്കാനാണ്. അപ്പോൾ രജിഷേട്ടൻ അടിക്കാൻ പോവാണ്. രജിഷേട്ടാ ചാമ്പിക്കൂ. കണ്ടോ ആവനാഴിയിലെ ജയം നിൽക്കുന്ന കണ്ടോ അത്യാവശ്യം നല്ല ഏരിയ കവർ ആവുന്നുണ്ട് കണ്ടോ. നമുക്ക് നമ്മൾ വാങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ, എൻ്റെ ലൈറ്റും കാര്യങ്ങളും കൺസോളും എല്ലാം മാക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അവരുടെയാണ് നമ്മൾ എപ്പോഴും ഇപ്പോൾ ഒരു 10 വർഷത്തോളം മേളിലായി നമ്മൾ ഉപയോഗിക്കുന്നു. അവരുടെ തന്നെ പ്രോഡക്റ്റാണ് മാക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പം നമുക്കത് കഴിഞ്ഞ ദിവസമാണ് കൈ കിട്ടിയത്. ഈ വർക്കിനാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം മാക്കിൻ്റെ ഒക്കെ കോൺടാക്ട് നമ്പർ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്ത് സാധനം ഷാർപ്പി, LED പാറ, ഫേസ് ലൈറ്റ്, ഫോഗ്, അങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുള്ള എന്ത് സാധനം ഡ്രസ്സ് അടക്കം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർവീസ് കാര്യങ്ങളെല്ലാം പക്കയാണ്. അതുപോലെ ഈ ഡെസിമലിൻ്റെ കേസ് കേട്ടും എല്ലാം അതുപോലെയാണ് കേട്ടോ. നമ്മൾ റിവ്യൂ ചെയ്യുന്ന എല്ലാ സ്ഥാപനത്തിനും അവർ പക്കയായിട്ട് സർവീസും കാര്യങ്ങളും എല്ലാം ടെക്നിക്കൽ സപ്പോർട്ടും എല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡിന്, നമ്മുടെ ചാനൽ ബേസ് നിങ്ങൾ എടുക്കുന്ന ഒരു സാധനത്തിന് നിങ്ങൾക്ക് സർവീസ് കിട്ടത്തില്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. പക്ക സർവീസ് ആയിരിക്കും. കണ്ടോ, ഇത് നമ്മുടെ സ്റ്റേജിൻ്റെ ആംബിയൻസ് ആണ്. ഇപ്പോൾ ദാണ്ട് ആ ഗണ്ണേന്ന് അടിച്ചാണ് ഈ പോകാം. കണ്ടോ. ബാക്കി നമുക്ക് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കാണ് ഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ നിങ്ങളെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും. കണ്ടോ, അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു വൈറ്റ് സ്റ്റേജ് വന്നതുകൊണ്ട് വൈറ്റും ബ്ലൂവും നമ്മളൊരു തീം കൊടുത്തതാണ്. അപ്പുറത്ത് ഫുഡ് സെക്ഷൻ അപ്പുറത്താണ്. അവിടെ നമ്മൾ വൈറ്റ് ഗോൾഡ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇതേ പുറത്തും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ജയ്സ ആ ഫ്ലെക്സ് ബോർഡ് ഒന്ന് എടുത്തേ കൊച്ചേ. ഇനി നമുക്കൊരു കേക്കും കൂടി ഒന്ന് ഓർഡർ ചെയ്യണം. അപ്പം അതും കൂടെ ഒന്ന് നമുക്ക് അടുത്തൊന്ന് ചെയ്തിട്ട്, പിന്നെ അതെ നമ്മൾ ബാക്കിൽ നമ്മൾ ബാൽക്കണി, ഇത് ബാൽക്കണിയല്ലാണ് നമ്മൾ LED പാർ വെച്ചിരിക്കുന്നത്. കണ്ടോ, നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ DJയുടെ ആംബിയൻസിൽ കിഡ് ഒരു ഫീൽ നമുക്ക് കിട്ടണം. നമ്മൾ അതായത് കസ്റ്റമർ എത്രത്തോളം കസ്റ്റമർ ഹാപ്പി ആയിരിക്കണോ അത്രയും നമ്മൾ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിന് നമ്മൾ ചെയ്യേണ്ട എല്ലാം ചെയ്യുന്നുണ്ട്. ബാക്കി ഈശ്വരൻ്റെ കയ്യിലാണ്. അപ്പം അങ്ങനെ ഒരു തീമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മേളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് അങ്ങ് ഒഴിവാക്കി. സാധാരണ നമ്മൾ കൊടുക്കുന്നത് സ്റ്റാൻഡ് അവിടെ ഹൈറ്റ് ചെയ്യുക, ഇവിടെ ഹൈറ്റ് ചെയ്യുക, ഇവിടെ ഹൈറ്റ് ചെയ്തിട്ട് 4 വീതം കൊടുക്കുകയാണ്. ഇത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് മൊത്തം നമ്മൾ അവിടെ DJക്കും ചെയ്തു. ഇവിടെ മേളിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൊടുത്തിരിക്കുവാണ്. അപ്പം ബാക്കി നമുക്ക് നൈറ്റിൽ കാണാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ പ്രോഗ്രാമൊന്നും സ്റ്റാർട്ടപ്പ് ആയില്ല കേട്ടോ. ഓരോരുത്തരൊക്കെ പയ്യൊക്കെ വരുന്നു ഒക്കെ നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഫ്യൂഷൻ്റെ പരിപാടികൾ കണ്ട് അവർ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 1 by 1 ആയിട്ട് ഓരോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. നമ്മുടെ കൂൾ ഫയർ മെഷീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 കണ്ടോ. സ്പാർക്ക് മെഷീൻ കണ്ടോ, V3 സ്പാർക്ക് മെഷീൻ എന്നാണ് അതിൻ്റെ, V3 എന്നാണ് ഇത് സീരിയൽ നമ്പർ. 2 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ 1 by 1 ആയിട്ട് വരുന്നു. ഇനി നമ്മുടെ കീബോർഡ് വന്നു. ഇനി നമ്മുടെ ഫ്യൂഷൻ ലാൽജി എന്നാണ് അദ്ദേഹത്തിന് പേര്, പുള്ളിയും കൂടി വരണം. പിന്നെ DJ നമ്മുടെ മച്ചാനൊരു 5:30 ആകുമ്പോൾ എത്തും. അങ്ങനെ ഓരോരുത്തരോരുത്തർ എത്തുന്നു. ഓക്കെ. അതെ, നമ്മൾ കീബോർഡിന് കേബിൾ കൊടുക്കുന്ന Y ആണ്. നമ്മുടെ സാംചേട്ടൻ അടിച്ച ഫോണോ പിന്നിൻ്റെ Y ആണ്. ഇവിടെ വൈയുടെ മെയിലും ഇതുമായിട്ടുണ്ട്, അപ്പുറത്ത് ഫീമെയിലുമായിട്ട് കണ്ടോ. അപ്പോൾ നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്കൊരു
XLR കേബിൾ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും നമുക്ക് സ്റ്റീരിയോ അവിടെ കിട്ടും. 2 ചാനൽ ഇടുന്നതിന് എളുപ്പമായിട്ട് ചെയ്യുന്നതാണ്. വൈ അടിക്കുക എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരു മേഖലയിൽ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ കൊടുത്തു. ഇനിയും നമ്മുടെ ഫ്യൂഷൻ വരുന്നുണ്ട്. സാക്സോഫോണും ഓടക്കുള്ളിലുമാണ്. അപ്പോൾ ഒന്നുകിൽ അതിന് XLR ആയിരിക്കും ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അതിനും വൈ ആയിരിക്കും. നമ്മുടെ ഡൈനാടെക്കിൻ്റെ ആണ്, HP 15+ ആണ് നമ്മൾ ഡൈനാടെക് മോണിറ്റർ ഇട്ട് കൊടുക്കുന്നത്. ഒരെണ്ണം കീബോർഡിനും ഒരെണ്ണം നമ്മുടെ ഫ്യൂഷൻ വായിക്കുന്ന ആൾക്കൂടാണ്. ഇവരുടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് DJ കാരന് ഒരു മോണിറ്റർ ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്നോ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ.
നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടീം അതേട്ടെ ഇതാണ് ഈ മുതല കേട്ടോ DJ. എങ്ങനെയുണ്ടായിരുന്നു? വൈബായിരുന്നോ? ജയ്സാബ് നിൽക്കുന്നു. വേണ്ടേ ഞങ്ങളുടെ സാരഥി സന്ദീപ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ്. ശരത്ത്, ചേട്ടാ ചേട്ടൻ, ഇവിടെയൊക്കെ നമ്മുടെ ടീം മെമ്പേഴ്സ് കേട്ടോ. അതേട്ടെ എങ്ങനെയുണ്ടോ? വൈബല്ലായിരുന്നോ? അമ്പാടി നമ്മുടെ സൗണ്ട് ഇന്നത്തെ മിക്സിങ് ആൻഡ് എല്ലാം തകർത്ത് വാരിയത്. അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം ഗംഭീരമായിരുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നവരെ എനിക്ക് ഇച്ചിരി ടെൻഷനുള്ളതാണ്. പക്ഷേ ചെറിയൊരു മഴയൊക്കെ പെയ്തു, എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അതെ നമ്മുടെ കിറ്റെല്ലാം നോക്കി ഒന്നും പോയിട്ടില്ല. കാരണം DJ ആയതുകൊണ്ട് ഒച്ച പോയി കേട്ടോ. കാരണം ഈ ഫോഗൊക്കെ അടിച്ചോണ്ടേ AC ആയിരുന്നു. അടിപൊളി, ഭയങ്കര സന്തോഷം. ഇന്നത്തെ ഞങ്ങളുടെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ കല്യാണത്തിൻ്റെ ഇന്നലത്തെ ഫംഗ്ഷൻ ഇന്നത്തെ ഫംഗ്ഷൻ ഒന്നിനൊന്നിന് ബെറ്റർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതെ എൻ്റെ ഈ പുറകെ നിൽക്കുന്ന ഇവരാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്രീ ആയിരുന്നു കേട്ടോ. സൗണ്ട് മുഴുവൻ അമ്പാടി, ശരത്ത്, ലൈറ്റ്, രതീശ്വരൻ, അങ്ങനെ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഓരോ പരിപാടി ഇങ്ങനെ എറിപ്പിച്ച് പോകുന്നത്. അതിന് ഈശ്വരനുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ നമുക്ക് ചെറുക്കൻ്റെ പെണ്ണ് റിവ്യൂ അറിയണം കേട്ടോ. അതും കൂടി ചോദിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അർജുനെ, നിങ്ങളുടെ ഒരു കല്യാണം അത് നിങ്ങളുടെ സ്വപ്നമായിരുന്നല്ലോ, അതിപ്പോൾ നമ്മളെ ഏൽപ്പിച്ചു. ഫുൾ കാര്യങ്ങൾ ഞങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? പ്രതീക്ഷിച്ചതിലും അടിപൊളിയാക്കി സംഭവം. DJ ഒക്കെ നിങ്ങൾ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടോ? ഇത്ര എക്സ്പെക്ട് ചെയ്തോ നിങ്ങൾ? ഇങ്ങനെ നമ്മളോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എല്ലാവർക്കും നമ്മളോട് കുറെ പേര് വന്ന് പറഞ്ഞു നമ്മൾ പരിപാടി. അപ്പം ഇനി അങ്ങനെ നിങ്ങളുടെ റിലേറ്റീവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളുടെ പേര് പറയാൻ പറ്റുമല്ലോ അല്ലേ? അപ്പം രണ്ടുപേർക്കും ഒരുപാട് സന്തോഷം. എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ രണ്ടുപേർക്കും. ഓക്കെ ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചെറുക്കനാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞു. പിന്നെ അവരുടെ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര അധികം സന്തോഷമായി. അതിനുപരി എനിക്കാണ് സന്തോഷമായത്. കാരണം ഓരോ വർക്കുകളും ഇങ്ങനെ ചെയ്ത് അടിപൊളിയാക്കി കൊടുക്കുമ്പോൾ ഉള്ള സന്തോഷം, അതിന് ഞാൻ എടുത്തു പറയുന്നത് എന്നെ മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന രതീശ്വരനെ, ശരത്തെ, അമ്പാടി, സന്ദീപ്, ജെയ്സണെ, അങ്ങനെ എൻ്റെ ഒപ്പം നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം അവരത്രയും സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഓരോ ഇവൻറ്റും എനിക്ക് അടിപൊളിയാക്കാൻ പറ്റുന്നത്. അപ്പം തുടർന്നും നിങ്ങളുടെ ഇതുപോലെ സപ്പോർട്ട് എനിക്ക് വേണം. അടുത്തൊരു അടിപൊളി ഇവൻറ്റും ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്നും ഇതുപോലെ സപ്പോർട്ട് തരിക. ഓക്കെ, ബൈ.